വചനം 221. വലാ തൻകിഹു, നിങ്ങൾ വിവാഹം കഴിക്കരുത്, അൽ മുശ്രികാത്തി, ബഹുദൈവ വിശ്വാസിനികളെ, ഹത്താ യുഅ്മിന്ന, അവർ വിശ്വസിക്കുന്നതുവരെ, വല അമതും മുഅ്മിനതുൻ, വിശ്വാസിനിയായ ഒരു അടിമസ്ത്രീ തന്നെ, ഖൈറുൻ, ഉത്തമം, മിൻ മുശ്രികത്തിൻ, ഒരു ബഹുദൈവ വിശ്വാസിനിയേക്കാൾ, വലൗ അഅ്ജബത്കും, അവൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും കൗതുകപ്പെടുത്തിയാലും, വലാ തൻകിഹു, നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുകയും അരുത്, അൽ മുശ്രികീന, മുശ്രിക്കുകൾക്ക്, ഹത്താ യുഅ്മിനു, അവർ വിശ്വസിക്കുന്നതുവരെ, വല അബ്ദും മുഅ്മിനുൻ, സത്യവിശ്വാസിയായ ഒരു അടിമ തന്നെ, ഖൈറുൻ, ഉത്തമം, മിൻ മുശ്രിക്കിൻ, ഒരു മുശ്രിക്കിനേക്കാൾ, വലൗ അഅ്ജബക്കും, അവൻ നിങ്ങളെ ആശ്ചര്യപ്പെടുത്തിയാലും കൗതുകപ്പെടുത്തിയാലും, ഉലൈക, അക്കൂട്ടർ, യദ്ഊന, ക്ഷണിക്കുന്നു, അവർ വിളിക്കുന്നു, ഇലന്നാരി, നരകത്തിലേക്ക്, വല്ലാഹു, അല്ലാഹുവാകട്ടെ, യദ്ഉ, ക്ഷണിക്കുന്നു, വിളിക്കുന്നു, ഇലൽ ജന്നതി, സ്വർഗത്തിലേക്ക്, വൽ മഗ്ഫിറതി, പാപമോചനത്തിലേക്കും, ബിഇദ്നിഹി, അവൻ്റെ അനുമതി മുഖേന, സമ്മതം, ഉത്തരവ് മുഖേന, വയുബയ്യിനു, അവൻ വിവരിക്കുകയും ചെയ്യുന്നു, ആയാതിഹി, അവൻ്റെ ലക്ഷ്യങ്ങളെ, വചനങ്ങളെ, ലിന്നാസി, മനുഷ്യർക്ക്, ലഅല്ലഹും, അവരാകുവാൻ വേണ്ടി, ആയേക്കാം, യതദക്കറൂൻ, ഉറ്റാലോചിക്കും, ഓർമ്മ വെക്കും. ولا تنكحوا المشركات حتى يؤمن ولأمة مؤمنة خير من مشركة ولو أعجبتكم ولا تنكحوا المشركين حتى يؤمنوا ولعبد مؤمن خير من مشرك ولو أعجبكم أولئك يدعون إلى النار والله يدعو إلى الجنة والمغفرة بإذنه ويبين آياته للناس لعلهم يتذكرون. സത്യവിശ്വാസികളെ, ബഹുദൈവ വിശ്വാസിനികളായ സ്ത്രീകൾ വിശ്വസിക്കുന്നതുവരേക്കും നിങ്ങൾ അവരെ വിവാഹം കഴിക്കരുത്. സത്യവിശ്വാസിനിയായ ഒരു അടിമ സ്ത്രീ തന്നെയാണ് ഒരു ബഹുദൈവ വിശ്വാസിനിയായ സ്ത്രീയേക്കാൾ ഉത്തമം. അവൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും അഥവാ നിങ്ങൾക്ക് കൗതുകം ജനിപ്പിച്ചാലും ശരി. ബഹുദൈവ വിശ്വാസികൾക്ക് അവർ വിശ്വസിക്കുന്നതുവരേക്കും നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്യരുത്. സത്യവിശ്വാസിയായ ഒരു അടിമ തന്നെയാണ് ഒരു ബഹുദൈവ വിശ്വാസിയേക്കാൾ ഉത്തമം. അവൻ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും ശരി അഥവാ കൗതുകപ്പെടുത്തിയാലും ശരി. കാരണം അക്കൂട്ടർ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു. അല്ലാഹുവാകട്ടെ, അവൻ അവൻ്റെ ഉത്തരവ് മുഖേന അഥവാ വിധിവിലക്കുകൾ മുഖേന സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കും ക്ഷണിക്കുന്നു. അവൻ തൻ്റെ ആയത്തുകളെ അഥവാ ലക്ഷ്യങ്ങളെ മനുഷ്യർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു, അവർ ഉറ്റാലോചിക്കുവാൻ വേണ്ടി. വചനം 221 വിശദീകരണം. ഇതുമുതൽ ഏതാനും വചനങ്ങളിൽ വൈവാഹികവും ഗാർഹികവുമായ തുറകളിൽ സത്യവിശ്വാസികൾ അനുഷ്ഠിക്കേണ്ടുന്ന പല നടപടിച്ചട്ടങ്ങളും നിയമങ്ങളുമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. സത്യവിശ്വാസികളായ അതേ മുസ്ലിങ്ങളായ പുരുഷന്മാർ മുശ്രിക്കുകളായ സ്ത്രീകളെ വിവാഹം ചെയ്യുവാനും മുസ്ലിം സ്ത്രീകളെ മുശ്രിക്കുകളായ പുരുഷന്മാർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുവാനും പാടില്ലെന്ന് കൽപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ വിവാഹബന്ധം നടത്തുന്നതിനെ അള്ളാഹു പാടെ നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. സൗന്ദര്യം, ധനം, ആഭിജാത്യം, ആകർഷകമായ പെരുമാറ്റം, യോഗ്യത മുതലായ ഏതെങ്കിലും കാരണത്താൽ അവരിൽപ്പെട്ട ഒരു സ്ത്രീയോ പുരുഷനോ നിങ്ങളെ എത്ര തന്നെ ആകർഷിച്ചാലും അവരുമായി വിവാഹബന്ധം നടത്തിക്കൂടാ എന്നും അതിനേക്കാൾ നല്ലത് സത്യവിശ്വാസികളായ
അടിമകളുമായി വിവാഹബന്ധം നടത്തലാണെന്നും കൂടി അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ മുശ്രിക്കുകളെ അഥവാ ബഹുദൈവ വിശ്വാസികളെ സംബന്ധിച്ച് മാത്രമാണല്ലോ അള്ളാഹു പറഞ്ഞത്. പൊതുവെ അവിശ്വാസി അഥവാ കാഫിറുകളെക്കുറിച്ച് ഒന്നും പ്രസ്താവിച്ചിട്ടില്ലല്ലോ. ആ സ്ഥിതിക്ക് മുശ്രിക്കുകളല്ലാത്ത അവിശ്വാസികളുമായി വിവാഹബന്ധം നടത്തിക്കൂടെ എന്ന് ചോദിക്കപ്പെട്ടേക്കാം. ഇതിനു മറുപടി: 1. സത്യവിശ്വാസിനികളായ സ്ത്രീകൾ ഹിജറ വന്നാൽ അവരെ അവിശ്വാസി അഥവാ കാഫിറുകളിലേക്ക് മടക്കി അയക്കരുതെന്ന് കൽപ്പിച്ച ശേഷം സൂറത്തുൽ മുംതഹിനയിൽ അള്ളാഹു പറയുന്നു: ലാഹുന്ന ഹില്ലുല്ലഹും വലാഹും യഹില്ലൂന ലഹുന്ന. ആ സ്ത്രീകൾ അവർക്ക് അഥവാ അവിശ്വാസികൾക്ക് അനുവദനീയമല്ല, അവർ അവർക്കും അഥവാ ആ സ്ത്രീകൾക്കും അനുവദനീയമല്ല. സൂറത്തുൽ മുംതഹിന വചനം 10. അപ്പോൾ മുശ്രിക്കുകളെപ്പോലെ തന്നെയാണ് എല്ലാ കാഫിർ അഥവാ അവിശ്വാസികളുമെന്ന് വ്യക്തമാകുന്നു. 2. വിഗ്രഹാരാധന പോലെ പ്രത്യക്ഷമായ ശിർക്കുകൾ ഒരുപക്ഷെ കാണപ്പെട്ടില്ലെങ്കിൽ തന്നെയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ശിർക്കിൽ നിന്ന് ശുദ്ധമായ അവിശ്വാസികളെ കാണുകയില്ലതാനും. 3. ഇരുകൂട്ടരും തമ്മിൽ വിവാഹബന്ധം പാടില്ലെന്ന് നിശ്ചയിച്ചതിലടങ്ങിയ തത്വം അള്ളാഹു തന്നെ വിവരിച്ചത് ഉലായിക യദ്ഊന ഇലന്നാർ, അവർ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ് എന്നാണല്ലോ. അവിശ്വാസികളുടെ വിശ്വാസാചാരങ്ങളെല്ലാം തന്നെ നരകത്തിലേക്ക് വഴി തെളിയിക്കുന്നവയും സ്വർഗത്തിലേക്കുള്ള മാർഗം തടയുന്നതുമാണല്ലോ. ചുരുക്കിപ്പറഞ്ഞാൽ വേദക്കാരിൽ നിന്നുള്ള സ്ത്രീകളെ ചുരുക്കം ചില ഉപാധികളോടുകൂടി മുസ്ലിങ്ങൾക്ക് വിവാഹം ചെയ്യാമെന്ന് സൂറത്തുൽ മാഇദ 6-ാം വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ വിവാഹബന്ധം സ്ഥാപിക്കുവാൻ പാടില്ലെന്നുള്ള പൊതു നിയമത്തിൽ നിന്ന് ഇതുമാത്രമേ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളൂ. ഭൗതിക താൽപ്പര്യങ്ങളുടെ ആഘാതം നിമിത്തം ചില ആധുനിക ചിന്താഗതിക്കാർ ഈ നിരോധത്തെക്കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ ഭാര്യാഭർത്താക്കൾ തമ്മിൽ ആദർശപൊരുത്തം ഇല്ലാത്ത പക്ഷം അവരുടെ വിവാഹബന്ധം വിജയകരമാകുകയില്ലെന്നും അതാണ് അവർ നരകത്തിലേക്കും അള്ളാഹു സ്വർഗത്തിലേക്കും ക്ഷണിക്കുന്നുവെന്ന് പറഞ്ഞതിൻ്റെ സാരമെന്നുമൊക്കെ പറഞ്ഞ് ഈ നിയമത്തിൻ്റെ കാർക്കശ്യം ഒന്ന് ലഘുവാക്കി കാണിക്കുവാൻ ശ്രമിക്കുന്നത് കാണാം. വാസ്തവത്തിൽ വിവാഹബന്ധം വിജയകരമാകുകയെന്നത് ഇസ്ലാമിൻ്റെ ഉദ്ദേശം തന്നെയാണെങ്കിലും അതിൻ്റെ വിജയപരാജയമല്ല ഈ നിരോധത്തിൽ പരിഗണിക്കപ്പെട്ടിരിക്കുന്ന യഥാർത്ഥ പശ്ചാത്തലം. സത്യവിശ്വാസത്തിലുള്ള ഐക്യവും അനൈക്യവുമാണ് അതിൽ പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വചനത്തിലെ വാക്കുകളിൽ നിന്നു തന്നെ അത് ആർക്കും മനസ്സിലാക്കാവുന്നതാകുന്നു. കേവലം വല്ല ആദർശത്തിൻ്റെയും ഐക്യത്തേക്കാൾ ഉപരിയാണ് മതത്തിലും വിശ്വാസത്തിലുമുള്ള യോജിപ്പ്. അതാണിവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു: 4 കാര്യങ്ങൾക്കു വേണ്ടി സ്ത്രീ വിവാഹം ചെയ്യപ്പെടുന്നു. അവളുടെ ധനത്തിനു വേണ്ടിയും കുലമഹത്വത്തിനു വേണ്ടിയും സൗന്ദര്യത്തിനു വേണ്ടിയും മതത്തിനു വേണ്ടിയും. എന്നാൽ മതമുള്ളവളെ വിവാഹം കഴിച്ചുകൊണ്ട് നീ ഭാഗ്യം നേടിക്കൊള്ളുക, അല്ലാത്തപക്ഷം നിന്റെ കൈകൾ മൺപുരളട്ടെ. ബുഖാരി, മുസ്ലിം. അഥവാ നിനക്ക് നിർഭാഗ്യമായിരിക്കുമെന്ന് സാരം. മറ്റൊരു ഹദീസിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു: ഇഹലോകം ഒരു വിഭവമത്രേ. ഇഹലോക വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത് സദ്വൃത്തയായ സ്ത്രീ അഥവാ ഭാര്യയാകുന്നു. മുസ്ലിം.